ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പവിത്രത്തിൻ്റെ ഒരു എപ്പിസോഡാണ്, അപ്കമിങ് എപ്പിസോഡാണ്. അതായത് നമ്മുടെ അച്ഛമ്മ വന്നതിന് ശേഷമുള്ള ഒരു എപ്പിസോഡ്, രസകരമായൊരു എപ്പിസോഡാണ് കേട്ടോ. അച്ഛമ്മ ആളൊരു രസികത്തിയാണ്. അപ്പോൾ നമ്മുടെ വേദ അച്ഛമ്മേനെ കയ്യിലെടുത്തിട്ടുണ്ട്. ആ ഒരു എപ്പിസോഡാണ്. വേദേനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അച്ഛമ്മയ്ക്ക്. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് നോക്കുമ്പോൾ വേദം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊടുത്താണെന്നാണ് കേട്ടോ ഫസ്റ്റ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അച്ഛമ്മ ആളൊരു ജഗജില്ലിയാണ്. അപ്പം അച്ഛമ്മ അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ചോദിക്കേണ്ടത് എന്താ ഇല്ല, അമ്മ ഇഡ്ഡലീൻ്റെ എടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് അതിലേക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ ചട്നി അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ വേറെ റെസിപ്പീസൊക്കെയാണ് ചോദിക്കുന്നത്, വലിയ ചിക്കനും അങ്ങനത്തെയൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ വേദോട് ചോദിക്കുന്നുണ്ട്, ഒരു പുളിച്ചട്നി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദാണെങ്കിൽ അവിടെ അടുക്കളയിൽ കയറാറില്ലല്ലോ, വേദോടൊന്നും കുക്ക് ചെയ്തതെന്നല്ലേ അച്ഛൻ്റെ ഓർഡർ. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുകയാണ് കേട്ടോ. അച്ഛനൊന്നും ഇടണില്ലേ. അപ്പോൾ വേദ അതിനെന്താ അച്ഛമ്മ ചെയ്യാമല്ലോ എന്ന് പറയൂട്ടാ. എന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നാലെ നമ്മുടെ ശ്രീജ പോകാൻ നോക്കിയപ്പോൾ അച്ഛമ്മ അവിടെ പിടിച്ച് നിർത്തിയിട്ടാ, നീ എവിടേക്കാണ് പോകണത്, നീ എവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേദ പുളിച്ചട്നി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അച്ഛമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. വേദ ഉണ്ടാക്കിയ ഭക്ഷണം ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അവിടെ. അപ്പോൾ അച്ഛമ്മ അത് കഴിച്ചിട്ട് അച്ഛമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അച്ഛമ്മ അടിപൊളിയായിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛമ്മ യൂട്യൂബ് ചാനലിൽ ഇട്ടതിൽ നോക്കി ഉണ്ടാക്കിയതാണ്, ഞാൻ അച്ഛമ്മയുടെ സബ്സ്ക്രൈബറാണ്. പിന്നെ അച്ഛമ്മ ഉണ്ടാക്കിയതിനേക്കാൾ എക്സ്ട്രാ ഞാൻ ചുവന്നുള്ളിയും കൂടി വറുത്തിടുമ്പോൾ ചേർത്തു, അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഒന്നും കൂടി സന്തോഷമായി. ആണോ, നീ സബ്സ്ക്രൈബറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറയണേ, അതെ ഇനി ഞാൻ പോണ വരയ്ക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അത് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം ഇവിടെ എല്ലാവരും കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അച്ഛൻ നോക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിരിക്കണത് ഉണ്ടാക്കിയത് കഴിക്കേണ്ടതെന്നാണല്ലോ, ഉണ്ടാക്കും വേണ്ട അത് കഴിക്കും വേണ്ട എന്നാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വേദ ചോദിക്കണ്ട, ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഫോട്ടോ എവിടെ വെച്ചിട്ടുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ വാചാലയായി സംസാരിക്കുന്നുണ്ട്. ഞാൻ മാസത്തിലൊരിക്കൽ ട്രിപ്പ് പോകാറുണ്ട്, അത് അവിടെ വെച്ചെടുത്തതാന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ വലിഞ്ഞു വിട്ടാൽ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ ദേഷ്യം വന്നിട്ട് പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ അവളോട് ഇവിടെ ഒരു പണി ചെയ്യരുത്, ഒന്നും കുക്ക് ചെയ്യരുതെന്നല്ലേ പറഞ്ഞിരിക്കണേ. ഇപ്പം അമ്മ പറയണു എല്ലാം അവൾ ഉണ്ടാക്കിയാൽ മതി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവളുടെ കൈ കൊണ്ട് പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവൾ ഇലയിൽ വിളമ്പി തന്നെ ഉണ്ടാക്കിയിട്ട് ഇലയിൽ വിളമ്പി തന്നെ ഭക്ഷണം ഞാൻ കഴിക്കേണ്ടി വന്നുല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അമ്മ എന്ന് പോവോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അച്ഛൻ. അത് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛമ്മ എല്ലാവരെയും യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബും ഫേസ്ബുക്കൊക്കെ നമ്മുടെ വിക്രമിനെ ഇരുന്ന് കാണിക്കുകയാണേ. അപ്പോൾ അമ്മ ശ്രീജേച്ചി അടുക്കളയിൽ നിൽക്കുന്നുണ്ട് വേദയുടെ കൂടെ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെന്താ അവിടെ നിൽക്കണേന്ന് ചോദിക്കുന്നത്. അല്ല ഒന്നുമില്ല അമ്മ, ഞാൻ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്ന് വേദയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്താന്ന് പറയുന്നുണ്ട്. നിങ്ങളവിടെ നിൽക്കണ്ട, അതൊക്കെ അവൾക്കറിയാം, അവൾ ചെയ്തോളും, ഇങ്ങോട്ട് പോരെ രണ്ടുപേരും. നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഉപ്പും മുളകും ഇല്ലാണ്ട് ഓരോ കറികൾ ഉണ്ടാക്കും അവളും കൂടി, ഇങ്ങോട്ട് പോകുന്ന രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അച്ഛനെ എന്തൊക്കെയോ ലിസ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നോന്നുണ്ട്. അച്ഛനും ചേട്ടനും കൂടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, ഇതാ അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് അവളുടെ കയ്യിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കൊണ്ടുപോയി വേദനയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനും മട്ടൻ അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രമിനോട് പറയുന്നുണ്ട്, നീ പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ വിക്രം ഞാനോ എന്ന് ചോദിക്കും. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്, എന്നാൽ പിന്നെ അവിടെ പാചകമെല്ലാം നടക്കുക, അടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കട്ടെ അവിടെ, നിന്നെ പോലെയല്ല, അവൻ അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം, ചെറുപ്പം മുതലേ പഠിച്ചിട്ട് നിന്നെ പോലെയല്ല, മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിക്രം മനസ്സോടെ എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഇന്ന് രണ്ടുപേരും കൂടി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണേന്ന് കണ്ടോ, വിക്രം ചെല്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പോകുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അപ്പോൾ വേദ താപ്പിൽ വേഗം വന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ചിക്കനും മട്ടനും ഒന്ന് കഴുകി കറിക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പറയും, കഴുകാണ്ടാണോ കട്ട് ചെയ്യണം, നന്നായി വൃത്തിയിൽ കഴുകിയിട്ട് കട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കിട്ടി താപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ദ്രോഹിക്കലും ഇടിക്കലും എറിയിലൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടി താപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇടിയും കുത്തും ഇല്ലാണ്ട് ശ്രദ്ധിച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട് നമ്മുടെ വേഗം ഈ സവാള എന്തൊക്കെ അരിഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് വേഗം അരിഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിക്രം എന്തോ വണ്ടയ്ക്ക് കുത്തി എന്തോ ചെയ്തു. അപ്പോൾ അച്ഛമ്മ എന്താ ചോദിക്കുന്നുണ്ട്. അല്ല അച്ഛമ്മ, ഞാൻ കടയിൽ നിന്ന് മേടിക്കാൻ മസാല ചേർക്കണോ അതോ ഞാൻ അരച്ച് ചേർത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മോൾ അരച്ച് തന്നെ ചേർത്താൽ മതി എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ രസകരമായിട്ട് രണ്ടുപേരും നിന്നിട്ട് പാചകം ചെയ്യണേ. അപ്പോൾ വേദ പറയേണ്ട വിക്രമനോട് ഇതൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണത്, രസകരമായിട്ടാണ് ഞാൻ ചെയ്യണേ. എന്തായാലും അച്ഛമ്മ ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേ മിണ്ടിപ്പോരുത്, യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും മിണ്ടിപ്പോരുത്, അച്ഛമ്മോട് ഒരു കാര്യം പറയരുത്. ഞാനങ്ങനെ ചീറ്റ് ചെയ്യൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അച്ഛമ്മ വേഗം മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട്. എങ്ങനെ? അല്ല, നിങ്ങൾ അച്ഛമ്മയുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും എന്നോടൊന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുക, ഇല്ലെങ്കിൽ അച്ഛമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനുള്ളത് കിട്ടും ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക അച്ഛമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്. ഈ അച്ഛമ്മ എല്ലാം മനസ്സിലാക്കും, എൻ്റെ പണി എളുപ്പമാവും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പെരുമാറണമെന്ന് അച്ഛമ്മയ്ക്ക് എളുപ്പം മനസ്സിലാവും, നമ്മൾ ലവ് ചെയ്തിട്ട് വന്നോന്നല്ല, എങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് അച്ഛമ്മയുടെ മുമ്പിലെങ്കിലും വെച്ച് എന്നോട് സംസാരിക്കുമ്പോൾ ചിരിച്ചിട്ടൊക്കെ സംസാരിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തലക്കടിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രസകരമായൊരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛമ്മ വന്നതോടുകൂടിയിട്ട് വേദയ്ക്ക് നല്ല കാലമാണ്. അവിടെ അധികാരം കിട്ടുമെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യും, ഇതുവരെ ഒന്നും ചെയ്യാനായിട്ട് ആരും സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വേദ നല്ല രസകരമായിട്ട് അവിടെ വാഴുന്നുണ്ട്, കിട്ടിയ അവസരമൊക്കെ മുതലാക്കിയിട്ട്. ഇനിയും ഇതുപോലെ രസകരമായ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ ഓക്കെ, വേറൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ.